സെഹിൻ ബുക്കൊക്കെ നൽകിയ സന്തോഷത്തിൽ ഗാമിനും സെഹിനോട് നന്ദിയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഹ്യുനുവും അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര വെച്ചിട്ടൊക്കെ ഗാമിനിട്ട് അടിക്കുന്നു. ഇവനായിരുന്നല്ലേ അപ്പോൾ നിന്നെ രക്ഷിക്കുവാനായിട്ട് മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യുനുവു പറഞ്ഞതിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന നോട്ട്ബുക്കൊക്കെ ഇപ്പോൾ ഹ്യുനുവും കൈക്കലാക്കുന്നു. സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഇൻസ്പെക്ടറൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വൈസ് പ്രിൻസിപ്പാളും വളരെ പേടിച്ചൊക്കെ ആയിരുന്നു അയാളുടെ മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇൻസ്പെക്ടർ വെളിയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ലീയും അവിടെ ഉണ്ടായിരുന്ന ഡ്രംസ് ഒക്കെ എടുത്ത് മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നത് ഇൻസ്പെക്ടറും ശ്രദ്ധിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സാറൊക്കെ പോയിട്ട് ആ ഡ്രമ്മും അവിടെ നിന്ന് എടുത്ത് മാറ്റി നിൽക്കുന്നുണ്ട്. എന്തായാലും ലീനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലീനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇൻസ്പെക്ടർക്കും തോന്നുകയാണ്. അങ്ങനെ ഇരിക്കായിരുന്നു ജനലിന്റെ ചില്ലൊക്കെ തകർത്തുകൊണ്ട് വലിയൊരു ശബ്ദമൊക്കെ അവർ കേട്ടിട്ടുണ്ടായിരുന്നത്. ശബ്ദം കേട്ട ഉടനെ തന്നെ ലിയും ക്ലാസ്സിലേക്കൊക്കെ ഓടിക്കേറുന്നു. ഇനി എന്തായിരുന്നു ശരിക്കും അവിടെ നടന്നതെന്നൊക്കെ കാണിക്കുകയാണ്. ഹ്യുൻബുവും ഗാമിനൊഴികെ ബാക്കി എല്ലാവരും തന്നെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സെഹ്യുൻ പോകുവാനായിട്ട് മടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഗാമിനും ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് സെഹ്യുനെ കൂടി ക്ലാസ്സിൽ നിന്നും ഇറക്കിയൊക്കെ വിടുന്നു. ഹ്യുൻബുവും ബുക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകാതെ കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ അവൻ കത്തിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഗാമിന് ആ ഒരു ബുക്കൊക്കെ എടുക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചത്. പക്ഷെ ഹ്യുനുവു അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഗാമിനും അവന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരികയാണ്. ഇനി അവരുടെ ക്ലാസ്സിൽ ഒരു മൂന്നംഗ ടീമൊക്കെ ഉണ്ട്. ആ കുട്ടികളാകട്ടെ ഇതുവരെയായിട്ടും ഗാമിനെ ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവന്റെ റാങ്ക് എത്രാമതാണെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഒടുവിലത്തെ 220 എന്ന റാങ്ക് ഒക്കെ ആയിരുന്നു ഗാമിന് ഉണ്ടായിരുന്നത്. സോ എന്തായാലും ഹ്യുനുവിന്റെ കയ്യിൽ നിന്നും ഗാമൻ തല്ലൊക്കെ കൊള്ളുമെന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അതുവഴി നടന്നു പോയിട്ടുണ്ടായിരുന്ന യോബും ഇതുപോലെ ക്ലാസ്സില് തല്ലുകൂടുന്ന ഗാമിനെയൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഹ്യുനുവിനെ തള്ളി മാറ്റിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ബുക്കൊക്കെ എടുക്കുവാനായിട്ട് ഗാമിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബുക്കിലെ തീയെല്ലാം തന്നെ കെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേജസ് ഒക്കെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ സെഹ്യുന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കണമെന്ന് ഹ്യുനുവിനോട് ഗാമിൻ പറയുമ്പോഴത്തേക്കും ഹ്യുനുവും അതൊന്നും തന്നെ കൂട്ടാക്കാതെ വീണ്ടും അവനുമായിട്ട് തല്ലുകൂടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ഹ്യുൻവു ഗാമിനിട്ട് തല്ലുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇരുമ്പൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഗാമിൻ ബ്ലോക്ക് ചെയ്ത് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ജനൽ വഴി തകർത്തിട്ട് വെളിയിലേക്കൊക്കെ ചെന്ന് വീഴുകയായിരുന്നു. അതിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ അകത്തേക്കൊക്കെ ഓടി വരുന്നതും. ഗാമിന് സിമ്പിൾ ആയിട്ടൊക്കെയാണ് ഹ്യുനുവിന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഹ്യുനുവും ശ്രദ്ധിക്കുന്നത്. സോ ഹ്യുനുവു ആകട്ടെ ആ ഒരു ബാഗൊക്കെ ഗാമിന്റെ നേർക്ക് എറിയുമ്പോഴത്തേക്കും ഗാമിനും കാലുകൊണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് ഹ്യുനുവിന്റെ നേർക്കൊക്കെ എറിയുന്നു. ആ ഒരു ഏറൊക്കെ കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഹ്യുനുവും ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നീ ഇപ്പോൾ ബോധം കെട്ട് വീഴുവാനായിട്ട് പാടില്ല, മറിച്ച് സെഹ്യുന്റെ അടുത്ത് ക്ഷമയാണ് ചോദിക്കേണ്ടതെന്നൊക്കെ ഗാമിൻ പറയുന്നത് ബാക്കി കുട്ടികൾ കേൾക്കുകയും ആരാണ് സെഹ്യുൻ എന്ന് അവർക്കിടയിൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് ലിബറൽ ആർട്സ് ഒക്കെ പഠിക്കുവാനായിട്ടാണ് തനിക്ക് ആഗ്രഹമെന്നൊക്കെ സെഹ്യുൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും സാധാരണയായിട്ട് കോളേജിൽ പോകുന്ന കുട്ടികളാണ് അതൊക്കെ പഠിക്കാറ്. അതുകൊണ്ട് തന്നെ നീ അതൊന്നും പഠിക്കേണ്ടെന്നായിരുന്നു അച്ഛനും അവന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രല്ല സെഹ്യോൻ ഒരു തവണ ലൈബ്രറിയിലൊക്കെ കിടന്നുറങ്ങിയ സമയത്ത് ഒരു ശബ്ദം കേട്ട് അവൻ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ലൈബ്രറിയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ അടുത്ത് എന്റെ ഫ്രണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി, അതുകൊണ്ട് തന്നെ അവനെ ഉണർത്തുവാനായിട്ട് പാടില്ല എന്നൊക്കെ സെക്യൂരിറ്റിയോട് ഗവൻ പറയുന്നതും അതുപോലെ തന്നെ ഗവൻ അവന് കഴിക്കുവാനായിട്ട് സ്വീറ്റ്സ് ഒക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളതും അവൻ ഓർക്കുകയാണ്. കൂടാതെ തലേ ദിവസം അവന്റെ കുറേയധികം ബുക്സ് ഒക്കെ വേസ്റ്റ് പെറുക്കുന്ന ആള് വന്ന് എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിലെ ഒരു ബുക്ക് എന്റെ ഫ്രണ്ടിന്റേതാണ്, എനിക്കത് അവന് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഹ്യുൺ അവന്റെ തന്നെ ബുക്ക് ഗാമിന് വേണ്ടി കൊടുക്കുവാനായിട്ട് എടുത്തു വെച്ചതിനെ കുറിച്ചും ഇപ്പോൾ സെഹ്യുൺ ഓർക്കുകയാണ്. സോ സെഹ്യുണും നേരെ ഗാമിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. പക്ഷെ ഇപ്പോഴും സെഹ്യുന്റെ ബുക്കൊക്കെ കത്തിപ്പോയ വിഷമത്തിലായിരുന്നു ഗാമൻ ഉണ്ടായിരുന്നത്. ഗാമിന്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയൊക്കെ ഗാമൻ നിന്നത് കണ്ടിട്ടുണ്ടായിരുന്ന സെഹ്യുണും ആ ഒരു ബുക്കൊക്കെ വലിച്ചെറിയുന്നു. അതിനുശേഷം ഞാൻ നിന്റെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ കൂടുവാനായിട്ട് തയ്യാറാണെന്നും കൂടി സെഹ്യുണും അവനോട് പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഗാമനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ലിയും ഓടി അവരുടെ ക്ലാസ്സിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ബാഗ് കത്തുന്ന കാഴ്ചയൊക്കെ ലീ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ വെച്ച് അതെല്ലാം തന്നെ ലീ കെടുത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഇൻസ്പെക്ടർ കൂടി ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഹ്യുനുവു നിലത്ത് കിടക്കുന്നതും ഗാമിന്റെ നെറ്റിയിൽ മുറിവുള്ളതുമൊക്കെ ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചതിനു ശേഷം അവനെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. സെഹ്യുണു ഇപ്പോൾ ഗാമിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡറിനെയല്ലേ ഇപ്പോൾ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ നിന്നെ കാണുവാനായിട്ടെങ്കിലും വരണ്ടേ എന്നൊക്കെ സെഹ്യുൺ ഗാമിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. കൂടാതെ ഗാമിന്റെ കണ്ണാടിയൊക്കെ സെഹ്യുണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനും ഇപ്പോൾ കണ്ണാടിയൊക്കെ ഗാമിനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡറൊക്കെ ആക്കിയ സന്തോഷത്തിലായിരുന്നു ഗാമിൻ ഉണ്ടായിരുന്നത്.
സെഹ്യോണും അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത്രയും നേരം കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും അതൊക്കെ തന്നെ നിർത്തിയിട്ട് അവരും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ആദ്യം സെഹ്യോന് വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അവൻ വിചാരിക്കുകയാണ്. പിന്നീട് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുമാണ് വേറെ മൂന്ന് ബുള്ളീസൊക്കെ അവന്റെ പിന്നാലെ നടന്നു വരുന്നതൊക്കെ അവനും കാണുന്നത്. സോ അവനും മാറിക്കൊടുക്കുന്നു. നേരത്തെ ഗാമിന്റെ തലയൊക്കെ കൊണ്ട് വീണിട്ടുണ്ടായിരുന്ന ഹിനുവിനെ ഇപ്പോൾ ആ ബുള്ളീസും പിടിച്ചുകൊണ്ട് വന്നിട്ട് പിയോളുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ യോബും ഒരിടത്ത് നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഗാമിന് വലിയ പവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈസ് പ്രിൻസിപ്പളും എല്ലാത്തിനും കാരണം ഇവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗാമിനെ ആ ഒരു സ്കൂളിൽ നിന്നും തന്നെ പുറത്താക്കുവാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ലീയും ഗാമിന് വേണ്ടി സംസാരിക്കുവാനായിട്ടൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സ്കൂളിന്റെ കുഴപ്പമാണ് ഇതെല്ലാം തന്നെ. ഇവിടെ പഠിക്കുന്ന 600 കുട്ടികളെക്കാളും ഈ ഒരു ഇൻസ്പെക്ടറിനാണ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിലയൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഗാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗാമിനെയാണ് ആദ്യം കുട്ടികൾ ബുള്ളി ചെയ്തത്. അവന് മറ്റു വഴികൾ ഇല്ലാത്തത് കൊണ്ടാണ് അവനും പ്രതികരിച്ചത്. അവന് വയലൻസ് ഒക്കെയാണ് ചെയ്തതെങ്കിൽ പോലും അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ പോലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അവരെ സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് വയലൻസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന സത്യം ഞാനും മനസ്സിലാക്കിയെന്നൊക്കെ അവളും പറയുന്നു. അപ്പോഴാണ് നേരത്തെ തൊട്ടേ ലീനെ കണ്ടിട്ട് എന്തോ പരിചയമുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ഇൻസ്പെക്ടറും അവൾ ആരാണെന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇതിനു മുമ്പ് ടീച്ചേഴ്സ് എക്സാം ഒക്കെ നടന്ന സമയത്ത് ഏറ്റവും ഹൈ സ്കോർ ഒക്കെ ഉണ്ടായിരുന്നത് ലീക്കായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് തന്നെ അവൾക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റും ക്യാൻസൽ ആയി പോയി. അതൊക്കെ പോട്ടെ, ഈ സ്കൂളിലെ പ്രശ്നമൊക്കെ എങ്ങനെയാണ് നീ തീർക്കുവാനായിട്ട് പോവുക എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോഴത്തേക്കും ഗാമിന്റെ ഐഡിയ ആയിരുന്നു സ്റ്റഡി ഗ്രൂപ്പ് എന്നത്. സോ ഗാമന്റെ കൂടെ നിന്ന് സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകുവാനാണ് എന്റെ പ്ലാൻ എന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളും അത് സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ഇൻസ്പെക്ടറും വൈസ് പ്രിൻസിപ്പാളിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. സോ ഇൻസ്പെക്ടർക്കും സ്റ്റഡി ഗ്രൂപ്പ് എന്ന ആ ഒരു ഐഡിയയോട് യോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എണീക്കുന്ന ഗാമിന് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നു. ഈ ഒരു കാര്യം അവൻ അമ്മയുടെ അടുത്തുനിന്ന് രഹസ്യമാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ സെക്യൂരിറ്റിയും അവനോട് ഒരു സമയമൊക്കെ ആയെന്ന് പറയുമ്പോഴത്തേക്കും അവനും തിരിച്ചു പോയിട്ട് ഉറങ്ങുന്നതായിട്ടൊക്കെ അഭിനയിച്ച് കിടക്കുന്നു. അമ്മയും അപ്പോഴായിരിക്കും അവൻ എണീക്കുന്നതെന്നൊക്കെയാണ് ശരിക്കും വിചാരിക്കുന്നത്. ഇനി സെഹ്യൂണും സ്കൂളിൽ എത്തിയതിനു ശേഷം ഗമൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നിട്ട് ഗമൻ വരുന്നത് കാണുമ്പോഴത്തേക്കും അവന്റെ തൊട്ട് മുമ്പായിട്ടൊക്കെ നടക്കുകയാണ്. എന്തായാലും ഗാമനും അവനെ കണ്ട് അവനോട് സംസാരിച്ച് ഒന്നിച്ചൊക്കെ നടന്നു പോകുന്നുണ്ട്. സ്റ്റഡി ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരുന്നു ഗാമിന് കൂടുതലായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇൻസ്പെക്ടറും സ്റ്റഡി ഗ്രൂപ്പൊക്കെ നടത്തിക്കൊള്ളുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഗാമിനും സെഹ്യൂണെ അറിയിക്കുന്നു. ഇൻസ്പെക്ടർക്ക് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് വൈസ് പ്രിൻസിപ്പളും ലീ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റഡി ഗ്രൂപ്പ് എന്ന പദ്ധതിയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും സ്റ്റഡി ഗ്രൂപ്പ് എന്ന ആ ഒരു പദ്ധതി ഒന്നും സക്സസ് ആയില്ല എങ്കിൽ ഉറപ്പായിട്ടും ലീനെ കൂടി ഈ ഒരു ജോലിയിൽ നിന്നും തന്നെ പിരിച്ചുവിടുമെന്നാണ് വൈസ് പ്രിൻസിപ്പൾ പറയുന്നത്. സോ വൈസ് പ്രിൻസിപ്പൾ ലീയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവളും ബാക്കിയുള്ള കുട്ടികളെ കൂടി അറിയിക്കുന്നു. അതായത് 5 സ്റ്റുഡൻസിനെ 2 ആഴ്ച കൊണ്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുവരണമെന്നാണ് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാത്രമേ ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ക്ലബ്ബായിട്ട് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി 3 പേരെ ഞങ്ങൾ എവിടുന്ന് സംഘടിപ്പിക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സെഹ്യോൺ നിൽക്കുമ്പോഴത്തേക്കും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നെപ്പോളിയൻ പറഞ്ഞ ഒരു വാക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏത് വാക്കെന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ലീയും. ഈ ഒരു സമയത്ത് നെപ്പോളിയൻ പറഞ്ഞ ഒരുപാട് വാക്കുകളൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഗാമിനും പല പല നല്ല അടിപൊളി വേർഡ്സ് ഒക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ലീയുടെ മനസ്സിലുണ്ടായിരുന്നത്. അസാധ്യമെന്ന് പറയുന്ന വാക്ക് എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല എന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും ലീ പറയുവാനായിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സെഹ്യോണും ഒരുപാട് എക്സൈറ്റഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ എങ്ങനെ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങുന്നതായിരിക്കുമെന്നൊക്കെ ഗാമിനും സെഹ്യോണും ഒരുപോലെ പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.